എടപ്പള്ളിയിൽ 40 കൊല്ലം ദർസെടുത്തിയ ഉസ്താദ് ഉണ്ടായി. അവരോട് എന്നിട്ട് നിസ്കാരത്തിന് ഖുശൂ ഇല്ല എന്ന് പറഞ്ഞ ഒരാൾ, നിസ്കാരത്തിന് ഖുശൂ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എടപ്പള്ളിയിലെ ആൾ വലിയാണ്, വലിയ അനിസാണ്. അങ്ങനെ പെണ്ണുങ്ങളെ നോക്കിയാൽ നിസ്കാരത്തിലൊന്നും ഖുശൂ ഉണ്ടാവില്ല എന്ന് പറയാം. സത്യം. നമ്മളിങ്ങനെ ദ്വാരിപ്പിച്ചും നിസ്കാരത്തിന് ഖുശൂ ഒന്നും കിട്ടണില്ല. വലിയ അധികോലം നമ്മൾ ചെയ്യേണ്ട പണി ചെയ്യണില്ല. കണ്ണ് സൂക്ഷിച്ചാൽ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവും. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടായാൽ ഫലാഹ് മസ്റ്റ്. ഫലാഹ് ഒരു മനുഷ്യനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ മഅരിഫത്ത് മസ്റ്റ്. മഅരിഫത്ത് ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ ലിഖാഉള്ള മസ്റ്റ്. തലിമയൊക്കെ തിരിഞ്ഞിട്ടുണ്ട് അത്. നിസ്കാരത്തിൽ ഖുശൂ വേണോ? കണ്ണ് ചിമ്പി ജീവിക്കണം. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഫലാഹായി, അവൻ ഫലാഹായി. എന്താ ഫലാഹ് എന്ന് പറഞ്ഞാൽ? ഇൽമും ബിലാ ജഹ്ലിൻ, ഗിനം ബിലാ ഫഖ്രിൻ, ഇസ്സും ബിലാ ദുല്ലിൻ, ബഖാഉം ബിലാ ഫനാഇൻ. 4 കൂടി സമ്മേളിച്ചാലേ ഫലാഹു. എല്ലാ വിഷയത്തിലും വിജ്ഞാനം, എന്തിനും വിവരം, എവിടെയും അഭിമാനം, എവിടെയും അന്തസ്, എവിടെയും ഐശ്വര്യം, എന്നും ജനമനസ്സിൽ നിലനിൽക്കുന്ന ജീവിതം. ഇതിന്റെ പേരാണ് ഫലാഹ്. പിന്നെന്താ വേണ്ടി? അതിനെന്താ വേണ്ടി? നിസ്കാരത്തിൽ ഖുശൂ വേണം. നിസ്കാരത്തിൽ ഖുശൂവിന് എന്താ പണി? കണ്ണു ചിമ്പണം. അൽ ഖുശൂ ഖൈദുൽ ഉയൂനി അനിൻ നദരി. നോക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന് നോക്കുന്നതിനെ തൊട്ട് കണ്ണിനെ ചങ്ങലക്ക് വെക്കലാണ് ഖുശൂ. ഇമാം ഖുശൈരി തങ്ങൾ ഖുശൂവിന് കൊടുത്ത പല നിർവചനങ്ങളിൽ ഒരു നിർവചനം അതാണ്.